ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് 1-2 ദിവസത്തെ കുറച്ച് വീഡിയോസൊക്കെ ചേർത്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുൻപത്തെ വ്ളോഗിൽ തന്നെ കാണിച്ച ഒരു സംഭവമാണിത്. ഞാൻ അന്നൊരു കുഞ്ഞ് പരമ്പ് മെടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അത് ചേട്ടന് വീട്ടിൽ വന്നിടം കാണിച്ചു കൊടുത്തു. ചേട്ടൻ അത് പട്ടമാണെന്നൊക്കെ പറഞ്ഞൊന്ന് കറക്കി കളിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തത് എന്താണ് സംഭവമെന്ന്. അപ്പോൾ ചേട്ടൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കുന്നത്. ചേട്ടൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എബിയെ വിളിക്കാൻ വേണ്ടി ഞാനും ചേട്ടനും കൂടി സ്കൂളിൽ പോയായിരുന്നു. അവനെ വൈകുന്നേരം കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ആ സമയത്ത് വൈകുന്നേരത്ത് അവരുടെ മത്സരം നടക്കുന്ന ആ ഒരു സമയത്ത് തന്നെ മഴയുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം മഴയൊക്കെ നനഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് സ്കൂളിൽ അത്രയും നേരം വരെ ഇരുത്തിയിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മക്കളെ വന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ചേട്ടനും കൂടി എബിയെ വിളിക്കാനായിട്ട് പോയിടം തന്നെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഞാൻ പിന്നെ മഴയുടെ വീഡിയോ കാണിച്ചത് നമ്മുടെ വീട്ടിലൊന്നും മാത്രമല്ല, ആ സമയത്ത് കുറേ അടുത്ത് മഴയുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ അയച്ചു തന്ന വീഡിയോസാണ് കേട്ടോ അതെല്ലാം. നമ്മുടെ ചെറുതായിട്ടൊരു മഴ പെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, വലിയ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വീട്ടിൽ വന്നിട്ടാണ് ഫുഡ് ചേട്ടന് തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറാനായിട്ട് വെള്ളം, അതായത് നമ്മുടെ പനിക്കൂർക്ക ഇലയും തുളസി ഇലയും വിക്സും ഒക്കെ ഇട്ടിട്ട് ഒരു ആവി പിടിച്ചു. പിന്നെ കുറച്ച് കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തു. കുടിച്ചതിന് ശേഷം പിന്നെ അന്നത്തോടെ ആ ഒരു വ്ളോഗ് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. വേറെ വ്ളോഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഫുഡ് കഴിച്ചത് തൊട്ടുള്ളത് പിറ്റേ ദിവസത്തെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ എല്ലാ ജോലികളും ഒതുക്കി വെച്ചതിന് ശേഷം ഇന്ന് ബാങ്കിലോട്ടൊന്ന് പോകണം. നമുക്ക് കുടുംബശ്രീയുടെ ലിങ്കേജ് ലോണൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ലോണൊക്കെ എടുക്കണം. അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് ബാക്കി ജോലിയെല്ലാം തീർത്തത്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 11 മണിയോളം ആവാറായി. അതുകൊണ്ട് തന്നെ എന്തായാലും വരുമ്പോഴത്തേക്ക് 2 മണിയോളം ആവും എന്നറിയാം. പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും ഒരു വെള്ളരിക്കയും കൂടെ കഴിച്ചു കേട്ടോ. സാലഡ് വെള്ളരിക്കയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഓട്ടോയിലാണ് പോയത് കേട്ടോ. എനിക്കിപ്പോൾ ബസ്സിൽ തനിയെ കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ ഓട്ടോയിലാണ് പോയത്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ ബീനയും സ്നേഹയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് ഞങ്ങൾ SBI ബാങ്കിലോട്ട് പോയി കേട്ടോ. അവിടെ ഒരു 1-1.5 മണിക്കൂറോളം ഇരിക്കേണ്ടി വന്നു. കാരണം നമുക്ക് ലാസ്റ്റ് എമൗണ്ടൊക്കെ എത്രയെന്ന് അറിയണമായിരുന്നു. അത് അറിയാതെയാണ് നമ്മൾ ആദ്യമേ എമൗണ്ട് നമ്മൾ എപ്പോഴും അടയ്ക്കുന്ന പോലത്തെ എമൗണ്ട് എഴുതിക്കൊണ്ട് പോയ സമയത്ത് ലാസ്റ്റത്തെ എമൗണ്ടൊക്കെ നമുക്ക് സെപ്പറേറ്റ് അറിയാനുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടിട്ട് ഇച്ചിരി ലേറ്റായി കേട്ടോ. അപ്പോൾ ഇറങ്ങിയുള്ള നല്ല വിശപ്പ് പിന്നെയും തോന്നി. അപ്പോൾ തൊട്ട് ഫ്രണ്ടിലത്തെ ഒരു കടയിൽ നിന്ന് ഒരു നാരങ്ങ വെള്ളവും ഒരു ഡോണട്ട് സംഭവം വാങ്ങി കഴിച്ചു കേട്ടോ. നമ്മുടെ പിസ്തയുടെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതും വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് കുടുംബശ്രീയുടെ നമ്മുടെ വെങ്ങാനുള്ള ഓഫീസിലാണ് പോയത്. അപ്പോൾ നമുക്ക് അടുത്ത് ലിങ്കേജിനുള്ള ഫോമും കാര്യങ്ങളും വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കാനുണ്ടായിരുന്നു. ഇതിനെ പറ്റിയിട്ടുള്ള കാര്യം എന്തൊക്കെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ തിരക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി. അപ്പോൾ അവിടെ കുറേ നേരം എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് തനിമയുടെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ME ഗ്രൂപ്പായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ ലിങ്കേജിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കിട്ട് അപ്പോൾ ഞാനൊരു സൈഡിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ബീനയാണ് അവിടുത്തെ മാഡത്തിൻ്റെ ഇതുമായിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നീട് ഞാനും സ്നേഹയും കൂടെ എബിക്ക് ഇനിയിപ്പോൾ തൊട്ട് അവൻ 6ാം ക്ലാസ്സിൽ നമ്മുടെ വെങ്ങാനൂർ മലങ്കരയിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ പോയി പേര് രജിസ്റ്റർ ചെയ്യണം, എങ്കിലേ അവർ മാർച്ച് കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് വിളിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങളിങ്ങ് പോന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് വീട്ടിലോട്ട് വന്നു. പിന്നെ വൈകുന്നേരമായ സമയത്ത് ചായയൊക്കെ ഇട്ട് കുടിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ചായയൊക്കെ ഇട്ടു. ഞങ്ങൾ 3 പേരും ചായയൊക്കെ കുടിച്ചു. ഇന്നിപ്പോൾ ഞാൻ ഇടുന്ന ബൂസ്റ്റാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഹോർലിക്സ് തീർന്നു, ബൂസ്റ്റാണ്. ഇനി ഒരു ബോട്ടിൽ വാങ്ങിച്ച് വെക്കണം. സത്യത്തിൽ മറന്നുപോയി വാങ്ങിക്കാനായിട്ട്. ചില സമയത്ത് കടയിൽ പോകുമ്പോഴായിരിക്കും ഓർമ്മ വരുന്നത്. ആ സമയത്ത് തന്നെ അപ്പോൾ തന്നെ ഒരു പാക്കറ്റ് അങ്ങ് വാങ്ങിച്ച് വെക്കും. അതാണ് പതിവ്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ബോട്ടിലുണ്ടായിരുന്നു കേട്ടോ. ബോട്ടിൽ തീർന്നു പോയി. ഒരെണ്ണം ഞാൻ വയ്യാതെയൊക്കെ കിടന്ന സമയത്ത് ബൂസ്റ്റ് കട്ട പിടിച്ചങ്ങ് പോയി കേട്ടോ. പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിങ്ങ് തീരെ അങ്ങ് ഇതായിപ്പോയി. അതുകൊണ്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ രാവിലത്തെ ഒരു വ്ളോഗാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് രാവിലത്തെയാണ് കേട്ടോ ഞാൻ ഇടുന്നത്. പിറ്റേന്ന് രാവിലെ മുന്തിരിക്കൊത്ത് ഞാൻ കടയിൽ നിന്ന് എടുത്തിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല മധുരമുണ്ട്. എനിക്കങ്ങനെ പണ്ട് മുതലേ മുന്തിരിക്കൊത്തിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഇപ്പം അതും കൂടി നമ്മൾ മധുരമൊന്നും കാണില്ല. ഭയങ്കര കല്ല് പോലെ ഇരിക്കുന്ന ഒരു സംഭവമില്ലേ മുന്തിരിക്കൊത്ത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമല്ല. പക്ഷേ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ഇച്ചിരി കൂടെ വലിപ്പത്തിലും നല്ല മധുരത്തിലും ഇച്ചിരി സോഫ്റ്റും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. മുന്തിരിക്കൊത്ത് നല്ല ടേസ്റ്റുമാണ്. ഞാനിപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ
നമ്മളിപ്പോൾ അവിടെ നിന്ന് ഉണ്ടാക്കിയാലും ഞങ്ങളായിട്ട് ഫ്രീ ആയിട്ട് എടുക്കുന്നത്. ഞങ്ങളാണെങ്കിൽ പോലും അവിടെ നിന്ന് വീട്ടിലേക്ക് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് എടുക്കുന്നത്. കാരണം നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പം ഞാനൊരു 10 എണ്ണമോ അവർ ഓരോന്നൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അതിൽ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അവരും കൂടെ അധ്വാനിക്കുന്ന ഒരു സാധനത്തിൽ ഞാൻ 10 എണ്ണമൊക്കെ എടുത്തിട്ട് വന്നാൽ അത് ഭയങ്കര നഷ്ടമല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെടുത്താലും അത് ബീനയോ സ്നേഹയോ അശ്വിനിയോ ആണെങ്കിൽ പോലും എന്തെടുത്താലും നമ്മൾ അതിനുള്ള പൈസ വെച്ചിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് കഴിച്ചതിന് ശേഷം ചായ കുടിച്ചതിന് ശേഷം ചേട്ടൻ ജോലിക്കായിട്ട് പോയി. ഞാനും എബിയും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ വന്ന സമയത്ത് എബിയാണ് മീൻ വാങ്ങിയത് കേട്ടോ. അപ്പോൾ എബി മീൻ വാങ്ങിക്കാൻ പോയതുകൊണ്ട് തന്നെ കുറച്ച് ചാള മീൻ അവന് വറുക്കാനായിട്ടും കൂടിയിട്ട് ആ മാമന് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അവനുള്ള സമയത്ത് ഇപ്പോൾ അവനാണ് പോയി മീൻ വാങ്ങിക്കുന്നത്. അവന് ഭയങ്കര ഇഷ്ടമാണ് മീൻ പോയി വാങ്ങിക്കാനും കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ഇന്നപ്പോൾ തന്നെ ഞാൻ തന്നെ കറികളെല്ലാം പെട്ടെന്നായിട്ട് ഞാനും കറികളും കാര്യങ്ങളെല്ലാം വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തേതും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിക്കാനായിട്ട് പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം എൻ്റെ ചെറിയ ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഞാൻ പിന്നെ ചോറ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ചേട്ടനും വന്നത്. നമുക്കിന്നൊരു യാത്രയൊക്കെ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടൊക്കെ പോകാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ യാത്രയുടെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഞാൻ ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് പിന്നീട് ചേട്ടൻ വന്നു. ആ സമയത്ത് തന്നെ ചേട്ടൻ എനിക്ക് കഞ്ഞിവെള്ളത്തിൽ ഇഞ്ചി അച്ചാറൊക്കെ ആയിട്ട് എനിക്ക് തന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുടിക്കാനായിട്ട് ഒരു റിലാക്സേഷൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയ്ക്കും നല്ലൊരു ഫീലിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ എല്ലാ ജോലിയൊക്കെ ഒതുക്കി പാത്രമൊക്കെ കഴുകി വെച്ചു. പിന്നെ കുറച്ച് നേരം ഒന്ന് പോയി കിടന്നു കേട്ടോ. എനിക്ക് നല്ല കാലിന് വേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഞാൻ പോയി കിടന്നായിരുന്നു കേട്ടോ. കിടന്നിട്ടാണ് ബാക്കി പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ പണികളൊന്നും ഇല്ലായിരുന്നു. എനിക്കൊരു മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ട് പോകാനുണ്ടായിരുന്നു. അതെന്തെന്ന് വെച്ചാൽ എനിക്ക് തലേ ദിവസം ആണ് ഞാൻ പോകുന്നത്. പിറ്റേ ദിവസത്തെ കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ വൈകുന്നേരം അരയ്ക്കാനായിട്ട് ഉഴുന്നും അരിയും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാം, അത് ഞാൻ എടുത്ത് അരയ്ക്കാൻ മറന്നുപോയി. പിന്നെ അത് നേരെ ഞാൻ ഫ്രിഡ്ജിലാണ് എടുത്ത് വെച്ചത്. പിറ്റേ ദിവസമാണ് കേട്ടോ അരച്ചത്. അപ്പോൾ കല്യാണത്തിന് കൊണ്ടുപോകുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിഴിഞ്ഞത്താണ് വന്നത്. വിഴിഞ്ഞത്ത് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ചേട്ടന് പെട്രോൾ അടിക്കാനുണ്ടായിരുന്നു. പിന്നെ വെങ്ങാനൂർ പോയി പെട്രോൾ അടിച്ച് തിരിച്ച് വരുന്നതിനേക്കാളും ഏറ്റവും എളുപ്പം വിഴിഞ്ഞത്ത് പോകുന്നതാണെന്ന് വിചാരിച്ചു. കാരണം ബൈപ്പാസ് വഴി പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് അങ്ങ് വന്നത്. അപ്പോൾ എല്ലാം വാങ്ങിയിട്ട് ഞങ്ങളത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളിയാഴ്ചയാണ് മാരേജ്, ഞങ്ങൾ വ്യാഴാഴ്ചയാണ് പോകുന്നത്. അവിടെയൊക്കെ പോയി ഫ്രണ്ടിനെ കണ്ടു. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്